ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ആവാട്ടോ. 9 മണിയൊക്കെ ആയപ്പോൾ പിള്ളേരെ പറഞ്ഞു വിട്ടു സ്കൂളിൽ. അതിനുശേഷം നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. രാവിലെ മുതൽ ഉള്ള പണികളും സ്കൂളിൽ വിടാനുള്ള തിരക്കും ഓട്ടം പാച്ചിലും എല്ലാം കഴിഞ്ഞ് കറക്റ്റ് അവർ പോയി കഴിയുമ്പോൾ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഓരോരോ പണികളിലേക്ക് ഇറങ്ങുവാണ്. രാവിലെ പിള്ളേരാണല്ലോ ഏറ്റവും ലാസ്റ്റ് എണീക്കുന്നത്. അപ്പോൾ അവരുടെ ജോലിയാണ് ബെഡ് വിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് ഒഴിവാക്കി നേരെ കിച്ചണിലേക്ക് പോയിട്ട് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ഒന്ന് നീറ്റായിട്ട് ഇടണം. വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് കുറച്ച് റാൻഡമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ പിള്ളേർക്ക് 2 പേർക്ക് സ്റ്റഡി ടേബിൾ ഉണ്ട്. പക്ഷെ കാര്യമില്ല, അവർ നേരെ വന്ന് ബുക്കൊക്കെ ആയിട്ട് ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കത്തുള്ളൂ. അവരെ വഴക്ക് പറയുമ്പോൾ അവർ എന്നോട് തിരിച്ചു ചോദിക്കുന്നു, അമ്മ ഇതേലിട്ടിട്ടാണല്ലോ ഡ്രസ്സൊക്കെ കട്ട് ചെയ്യുന്നത് തയ്ക്കുന്നതിന് മുമ്പ്, അപ്പോൾ അതിന് കുഴപ്പമില്ലേന്ന്. 7ഉം 11ഉം വയസ്സേ ഉള്ളൂ എൻ്റെ പിള്ളേർക്ക്. അവരുടെ ആ തെറ്റ് നമ്മൾ തിരുത്തി കൊടുത്തപ്പോൾ ആ സെയിം തെറ്റ് ഞാനിവിടെ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ആൽഫ പിള്ളേരാണ്. അവരോടൊക്കെ ചെറിയ കാര്യങ്ങൾ ഉപദേശിക്കാൻ പോകുമ്പോഴും വലിയ വലിയ കാര്യങ്ങൾക്ക് ഗൈഡ് കൊടുക്കുമ്പോഴൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു പലതുമായിട്ട് റിലേറ്റഡ് ആവുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് ആ പോയിന്റ് വരുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം സന്ദർഭം വരുമല്ലോ. അങ്ങനെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചർച്ച ഞങ്ങൾക്കിടയിൽ ഉണ്ടായ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ സ്ഥിരമായിട്ട് 3 പേരെ താമസമുള്ളെങ്കിലും മിക്ക ദിവസവും തന്നെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനുണ്ടാവും. തുണിമടക്കൽ എനിക്കൊരു വലിയ ചടങ്ങായതുകൊണ്ട് അതിങ്ങനെ 2-3 ദിവസത്തെ ഇങ്ങനെ വെച്ചിട്ട് ഒരുമിച്ചാണ് മടക്കാറ്. അതാണ് അത്രയും തുണി നിങ്ങൾ കണ്ടത് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് മറന്നു പോകാറുള്ള ഒരു കാര്യമാണ് ഇൻഡോർ പ്ലാന്റിന് വെള്ളം ഒഴിക്കുക എന്നുള്ള പരിപാടി. വേറൊന്നുമല്ല, കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് തന്നെയാണ്. മിക്ക ദിവസവും തന്നെ മഴയുണ്ടല്ലോ. അപ്പോൾ പുറത്തെ ചെടികൾക്കെല്ലാം വെള്ളം കിട്ടുന്നുണ്ട്. ഞാൻ ഓസുമായിട്ടൊന്നും നടക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇതിൻ്റെ കാര്യവും മറന്നുപോയി. ഇലകൾക്കൊക്കെ വല്ല കേടും ഉണ്ടോ എന്നൊക്കെ നോക്കി തട്ടിമുട്ടി ഇങ്ങനെ നടന്ന സമയത്താണ് മണ്ണിലേക്ക് നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനേന്ന് പറഞ്ഞ മാതിരി ഇതുങ്ങളും വേറെ സിംറ്റംസ് ഒന്നും തന്നില്ല. അതുകൊണ്ട് ഞാനും ശ്രദ്ധിച്ചില്ല. ഇപ്പം എന്തായാലും വെള്ളമൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മഴയെല്ലാം മാറി ഒരു തെളിച്ചം വന്നു കഴിയുമ്പോഴത്തേക്കും ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു ചെടിയായിരുന്നു. വളർന്ന് അതിൻ്റെ ചട്ടി വരെ പൊട്ടിപ്പോയി. ഞാനത് മണ്ണ് പോലും ഇല്ല, വേറെ അത്ര മാത്രം തെങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേന്ന് വിചാരിച്ച് വേറെ കുറച്ച് റിപ്പോർട്ടിങ്ങും കൂടെ നടത്തി. ഇത്രയും പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ 2:30 ഓടിപ്പോയി ഒന്ന് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ആ സമയം കൊണ്ട് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതും വാഷ് ചെയ്ത് വന്നു. അതൊന്ന് വെയിലത്തേക്ക് ഉണങ്ങാനിട്ടു. എത്ര നേരം വെയിൽ കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിന് നേരെ പോകാനുള്ളത് സ്കൂളിലേക്കാണ്. ഇന്ന് ഫെലിക്സിന് ഫുട്ബോൾ മാച്ച് ഉള്ളതുകൊണ്ട് സ്കൂൾ ബസ്സിന് വരാൻ പറ്റില്ല, കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോകണം. ഫെലിക്സിൻ്റെ ഒന്നും കളി കഴിഞ്ഞിട്ടില്ല, അവരവിടെ കളിക്കുന്നതേ ഉള്ളൂ. കളിയൊക്കെ കഴിഞ്ഞ് വിശന്ന് ചത്തായിരിക്കും വരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അതാവുമ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴി വണ്ടിയിലിരുന്ന് കഴിച്ചോളും. വന്ന് ഫ്രഷപ്പായി നേരെ ട്യൂഷന് വേണ്ടി കൊണ്ടുപോകണം. അതാണ് എൻ്റെ അടുത്ത ഡ്യൂട്ടി. താങ്ക്സ് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.